എറണാകുളം ജില്ലയിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട്, അതും എടുത്തു പറയേണ്ടത് 10 മീറ്റർ വൈഡ് ആയിട്ടുള്ള BMBC ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വില്ല. അത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഈ കാണുന്ന ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 3.7 കിലോമീറ്റേഴ്സ് മാത്രം മാറിയുള്ള ഡിസ്റ്റൻസിലാണ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. BMBC ടാർ റോഡ് 10 മീറ്റർ വിഡ്ത്തുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടോളൂ. അതോടൊപ്പം തന്നെ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് തന്നെ തുടങ്ങാം. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭംഗിയായിട്ടാണ് വീടിന്റെ മതിലും ഗേറ്റും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഗേറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ റിമോട്ട് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള മെയിൻ ഗേറ്റുമാണ് നമുക്ക് ഇവിടെ വരുന്നത്. 14.6 സെന്റ് ഓഫ് ലാൻഡിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6 ബാൽക്കണികളും ഒരു ഹോം തിയേറ്ററുമാണ് നമുക്ക് ഈ വീട്ടിൽ വരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റോ പുറത്തുനിന്ന് ഒരാളോ വന്നു കഴിഞ്ഞാൽ ആളെ കണ്ടിട്ട് നമുക്ക് പെർമിഷൻ, അതായത് എൻട്രി കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോർ ഫോൺ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് ഉൾപ്പെടെ നമുക്ക് അകത്ത് നിന്നാൽ കാണാൻ പറ്റും ആരാണ് ഡോറിൽ വന്നത്. അത് ഐഡന്റിഫൈ ചെയ്ത് മാത്രം ഡോർ തുറക്കാനുള്ള ഫെസിലിറ്റിക്കുള്ള ഡോർ ഫോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി റിമോട്ട് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഗേറ്റ് തുറന്ന് നമുക്ക് നേരെ അകത്തേക്ക് കടക്കാം. ഗേറ്റ് ഇപ്പോൾ റിമോട്ടിൽ ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഓപ്പൺ ചെയ്ത് വരികയാണ്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 14.6 സെന്റ് 14.6 സെന്റ് ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന രാജകീയമായ ഒരു വില്ലയാണ്. അതിന്റെ നേരെ മുറ്റത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് വലിയൊരു സ്പേസ് തന്നെയാണ് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. ഭംഗിയായിട്ട് സ്റ്റോൺസ് ആണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ കാർപോർച്ച് ആണ്. ഇൻഡസ്ട്രിയൽ കാർപോർച്ച് മോഡലിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ കാർ പോർച്ചിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കവേർഡ് ആയിട്ടുള്ള പോർച്ചിന്റെ അണ്ടറിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ടോട്ടൽ ഏരിയയിൽ കിട്ടുന്നത്. നമുക്ക് കംപ്ലീറ്റ്ലി നോക്കുവാണെങ്കിൽ ഇൻക്ലൂഡിംഗ് കാർ പോർച്ച് നമുക്ക് ടോട്ടൽ 6 കാറുകൾക്ക് 6 കാർസിന് വരെ പാർക്ക് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് എൻട്രി ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് തുടങ്ങി നമുക്ക് നോക്കുവാണെങ്കിൽ എല്ലാ കോർണർ പോർഷനുകളും നോക്കിയാൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കാർപോർച്ചിന്റെ ഈ ഒരു പോർഷൻ നോക്കിയാലും അവിടെയും നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ പെബിൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിന് കംപ്ലീറ്റ് ഏരിയാസിൽ നിങ്ങൾ നോക്കിക്കോളൂ. സറൗണ്ടിങ് ഏരിയാസിലെല്ലാം വലിയ പെബിൾസ് ഇട്ടിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ടറിംഗ് സിസ്റ്റം ആണ് എല്ലാ പ്ലാന്റ്സിന് താഴെയും കൊടുത്തിരിക്കുന്നത്. നമ്മളായിട്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓൾറെഡി അത് എത്ര അവേഴ്സ് ഇടവിട്ടിട്ട് എല്ലാം തന്നെ വാട്ടറിംഗ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡിലുള്ള പോർഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം വളരെ ഭംഗിയായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അതിന്റെ എല്ലാം ആ ഒരു ഔട്ട് സൈഡ് വരുന്ന സ്കേർട്ടിംഗ് ഏരിയാസ് നോക്കിയാൽ കാണാം അവിടെയും ഭംഗിയായിട്ട് തന്നെയാണ് പ്ലാന്റ്സ് എല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള ഈ ഒരു ഭാഗത്തും സെപ്പറേറ്റ് ആയിട്ടൊരു പോർഷൻ ചെടികൾ നടാൻ വേണ്ടി മാത്രമായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിറയെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് വാട്ടറിന്റെ ഒരു മീറ്റർ വരുന്നുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. മതിലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഗ്രേ കളർ പെയിന്റിൽ ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഏകദേശം ടോട്ടൽ 6 ബാൽക്കണികളോളം കിട്ടുന്നുണ്ട്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ റൂമുകളിൽ നിന്ന് നോക്കിയാലും കാണാം എല്ലായിടത്തും തന്നെ നമുക്ക് ഭംഗിയായിട്ടുള്ള 6 ബാൽക്കണികൾ കിട്ടുന്നുണ്ട്.
നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഫുഡ് വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ട് നമുക്ക് അതിനു വേണ്ടി മാത്രം മാറ്റിയെടുത്ത ഒരു സൗകര്യമാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡെപ്തിൽ നല്ല കപ്പാസിറ്റി ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡംപിംഗ് സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ നേരെ ബാക്കിലേക്ക് പോവുകയാണെങ്കിലും അവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. വളരെ വലിയ ആഴത്തിലുള്ള വളരെ വലിയൊരു റൗണ്ടിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ പൊസിഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം കിച്ചന്റെ ആ ഒരു ഡോറ് ബാക്ക് സൈഡ് ഭാഗത്ത് എല്ലാം തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ട് ആണ്. നമുക്ക് 3 സ്റ്റെപ്പുകളായിട്ടാണ് ജിയോ സ്ലാബിലാണ് കംപ്ലീറ്റ് ആയിട്ട് സിറ്റ് ഔട്ട് ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഭാഗത്താണ്. കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. കംപ്ലീറ്റ്ലി ഫിംഗർ പ്രിന്റ് ഓപ്പറേറ്റഡ് ആയിട്ടാണ് സ്മാർട്ട് ലോക്ക് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ പോകുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പാസേജ് ആണ് സ്റ്റാർട്ടിങ്ങിന്റെ ഈ ഭാഗത്ത് തന്നെ. നമ്മൾ കയറി വരുമ്പോഴുള്ള റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഇത് ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. എടുത്തു പറയുകയാണ് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ഗസ്റ്റ് ലിവിംഗിനായിട്ട് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ കാണുന്ന വിൻഡോസ് എല്ലാം തന്നെ ഈ സൈഡ് കാണുന്ന കംപ്ലീറ്റ് വിൻഡോസ് നമുക്ക് ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ മീൻസ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിനകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിൻഡോസ് അതും ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ കടക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല വെയിലുള്ള ടൈമാണ്. നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് നമുക്ക് അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് ഈ ഗ്ലാസിനകത്തോട്ട് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അകത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഓരോ ഭാഗങ്ങളിലായിട്ട് പ്ലാന്റ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ബോർഡിലുള്ള ഡിസൈനുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കേബിള്, സ്വിച്ചസ്, വയറിങ്സ് എല്ലാം നോക്കുവാണെങ്കിൽ പോളിക്യാബ്, ഫിനോലെക്സ്, വി ഗാർഡ്, എൽഐസ് ഇങ്ങനെയുള്ള ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ലിവിംഗ് സ്പേസ് കണ്ടു, അതും ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കണ്ടു. നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നിങ്ങൾ ഇവിടെ വുഡൻ ആയിട്ട് കാണുന്ന എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. കുറച്ച് പാനലിംഗ് വരുന്ന വർക്കുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ ആഞ്ഞിലിയിൽ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫസ്റ്റ് ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് ഡൈനിങ് സ്പേസും കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ടൈലുകൾ നോക്കുവാണെങ്കിൽ പ്യൂർലി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലിട്ടിരിക്കുന്ന മനോഹരമായ ഒരു ഷാൻലിയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് പോർഷൻസ് നമുക്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് റൂഫ്. അവിടെയാണെങ്കിലും ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ളൊരു ക്ലോക്ക് ഇവിടെ വരുന്നുണ്ട്. 3 ഫേസ് ആണ് കണക്ഷൻ വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന കബോർഡ്സ് ആണ് വരുന്നത്. ഇവിടെ ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള നമുക്ക് ഇവിടെ നമ്മുടെ പ്ലേറ്റ്സ്, കട്ട്ലറീസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് എന്ത് വേണമെങ്കിലും വെക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് ഭംഗിയുള്ള ഒരു ഒറിജിനൽ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് സെക്കൻഡ്ലി വരുന്ന ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. നമ്മൾ ആദ്യം കണ്ട ഒരു പോർഷനിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈലും ഈ ഭാഗത്ത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. ഭംഗിയായ ഡിസൈനിലാണ് മിറർ കൊടുത്തിരിക്കുന്നത്. വോളിലുള്ള വർക്കുകളും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ അധികം കാണാത്ത മോഡലിലാണ് വാഷ് ബേസിന് വരുന്നത്. ഒരു സിലിണ്ടർ ഷേപ്പിലാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ വരുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കിച്ചന്റെ എൻട്രൻസ് വരുന്നത്. ഓപ്പൺ കിച്ചന്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് അകത്ത് കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് ഈസി ആയിട്ട് ഈ ഒരു വഴിയിലൂടെ നമുക്ക് പാസ് ചെയ്യാവുന്നതാണ്. ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഓപ്പൺ കോർട്ട്യാർഡിലേക്കാണ്. അതിന്റെ ആ ഒരു ഡോറ് വരുന്നത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ്. ഈ ഒരു ഏരിയ വന്നിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 സ്റ്റെപ്പുകളായിട്ട് തന്നെയാണ് ജിയോ സ്ലാബ് ആണ് ഇവിടെയും വെച്ചിരിക്കുന്നത്.
ഭംഗിയുള്ള വലിയ കല്ലുകളൊക്കെ ഇട്ടിട്ട് നല്ല ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഉള്ളിലൂടെ തന്നെ നല്ലൊരു വാട്ടർ ഫോൾ ചെയ്തിറങ്ങുന്ന മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിലൊക്കെ നോക്കിയാലും കാണാം പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ കിണറിന്റെ ആ ഒരു പോർഷനും ബാക്ക് സൈഡ് ഏരിയയൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാവ് വരുന്നുണ്ട്, റംബൂട്ടാൻ വരുന്നുണ്ട്, പേരമരം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു വലിയ ഏരിയ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള കേജ് കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ 2 സിലിണ്ടറുകൾ ഉൾക്കൊള്ളാവുന്ന ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രഷർ പമ്പ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് നല്ല കവേർഡ് ആയിട്ടുള്ള കേജിനകത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടീക്ക് വുഡിലാണ് സ്റ്റെപ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വുഡൻ ആയിട്ടാണ്, ഭംഗിയായിട്ടാണ് ഹാൻഡ് റൈൽസ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചൊരു ഡെപ്തിലാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ടത് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതിന് താഴെയൊക്കെ ആയിട്ട് നമുക്ക് നിറയെ ഷെൽഫ് ഫെസിലിറ്റികളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന എല്ലാ വിൻഡോകളും തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും സേഫ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ്. ഇവിടെ എല്ലാം തന്നെ കാണുന്ന ഏരിയകളിൽ ചെറിയ സ്പോട്ട് ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആണ് ഈ ഒരു ഏരിയ വരുന്നത്. അതിന് മുകളിൽ ഇട്ടിരിക്കുന്ന ഷാൻലിയറും അവിടെ ചെയ്തിരിക്കുന്ന ചെറിയ സ്പോട്ട് ലൈറ്റുകളും ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഇവിടെ കാണുന്ന പാനലിംഗ് വർക്കൊക്കെ ആഞ്ഞിലിയിലും ബാക്കിയെല്ലാം തന്നെ ടീക്ക് വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് വലിയൊരു ബെഡ്റൂം സ്പേസിലേക്കാണ്. ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം എല്ലായിടത്തും തന്നെ പവർ പോയിന്റ്സ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു വിൻഡോ ആണ് കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ചെറിയൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ടോട്ടൽ നമ്മൾ പറഞ്ഞു 6 ബാൽക്കണികളുണ്ട്. ഈ ഒരു ബെഡ്റൂം നമുക്കൊരു ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. മിഡിൽ പോർഷനിലുള്ള ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് സ്ലൈഡിംഗ് മെത്തേഡിലാണ് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്ലൈവുഡ് ആണ് ഇവിടെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് 2 ലെയറുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ റോക്ക ബ്രാൻഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മോസ്റ്റ്ലി വരുന്ന ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം നോക്കിയാൽ കാണാം റൂമിന്റെ കളേഴ്സുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വോം ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഫുൾ കവർ ചെയ്യുന്ന വലിയൊരു മിറർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തുള്ള ചെറിയ ഷെൽഫുകളുടെ അകത്തെല്ലാം LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ താഴത്തെ നിലയിലുള്ള സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളെല്ലാം കോമൺ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. അതിന് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഡോർ വന്നിട്ട് സ്ലൈഡിംഗ് മെത്തേഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ കവർ ചെയ്യാവുന്ന ഒരു വലിയ മിറർ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് മിഡിൽ പോർഷനിലുള്ള ഈ 2 ഡോറുകൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഉള്ള ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് ബാൽക്കണിയിലേക്കായിരുന്നു. സെക്കൻഡ് ബെഡ്റൂമിലും സെയിം തന്നെയാണ്. ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ ബാൽക്കണിയാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ്. പക്ഷെ നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചന്റെ എൻട്രൻസിൽ തന്നെയാണ് നമുക്ക് നമ്മൾ പുറത്തുനിന്ന് ഓൾറെഡി കണ്ടിരുന്നു ഒരു ഡോർ ഫോൺ കണ്ടിരുന്നു. നമ്മളുടെ ഫേസ് കണ്ട് നമുക്ക് സംസാരിക്കാവുന്ന ഒരു ഡോർ ഫോൺ കണ്ടിരുന്നു. അതിന്റെ ആ ഒരു മെയിൻ യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കിച്ചൺ വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. WPC ആൻഡ് ആക്രിലിക്കിലാണത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി തന്നെ എലിക്ക ബ്രാൻഡിന്റെ ഹൂഡും ഹോബും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ഷെയ്ഡ് ആണ് വരുന്നത്. അതിന് മാച്ച് ചെയ്തിട്ട് തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സും ചെയ്തിരിക്കുന്നത്.
3 വിൻഡോസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഫസ്റ്റ് കിച്ചണിൽ കണ്ട എല്ലാ ഫെസിലിറ്റീസും നമുക്ക് സെക്കൻഡ് കിച്ചണിലും കിട്ടുന്നുണ്ട്. എലിക്ക ബ്രാൻഡിന്റെ തന്നെ ഫുഡും ഹോബും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ക്യാബിനറ്റ്സ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 വിൻഡോസ് ഇവിടെയും 3 വിൻഡോസ് അവിടെയുമാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ റൂഫിൽ നോക്കിയാലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു ഡോർ തുറന്നിട്ടുള്ള പുറത്തുനിന്നുള്ള ഭാഗങ്ങൾ കണ്ടതാണ്. ഓപ്പൺ സ്പേസ് ആയിട്ടാണ് അവിടെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ വരുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻസ് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഗ്രീനിഷ് വ്യൂ ആണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് സേഫ് ആയിട്ടാണ് വുഡൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. വരുന്ന വഴിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാളിന്റെ ഷേപ്പ് വന്നിട്ട് ഈ ഒരു സ്പേസിൽ ഇങ്ങനെയൊരു ഷേപ്പിലാണ് ഈ ഒരു ഹാൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡൈനിങ്ങിന്റെ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. താഴെ വരുന്നത് ഡൈനിങ് ഏരിയ ആണ്. അതിന് മുകളിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഷാൻലിയർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ 3rd ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഒരു ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ ഓപ്പൺ ചെയ്തിറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. താഴത്തെ 2 ബെഡ്റൂമുകളിൽ നമുക്ക് ബാൽക്കണി കിട്ടിയിരുന്നു. ഇവിടെയും നമുക്ക് വലിയൊരു ബാൽക്കണി തന്നെയാണ് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാർഡ്രോബുകളാണ്. ഭംഗിയായിട്ട് സ്ലൈഡിംഗ് മെത്തേഡിൽ തന്നെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്യുന്ന വലിയൊരു മിററും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയിം കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ തന്നെയാണ്, ഗ്രേ കളറിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി നമുക്ക് ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയായിട്ട് നമുക്ക് വലിയൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ടത് കവർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഏരിയ കൂടെ നോക്കിയാൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു പാസേജിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. നമ്മുടെ മെയിൻ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന മെയിൻ റോഡിന്റെ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ട് SS-ന്റെ ആണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടാണ് സ്പോട്ട് ലൈറ്റുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബാൽക്കണി കണ്ടത്. അതിനുശേഷം നമ്മൾ ഈ പാസേജ് പോലെ വരുന്ന ഈ ഒരു ഭാഗത്തൂടെ കടന്നു വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു നല്ലൊരു പ്ലാന്റ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ വോളിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ആർട്ട് വർക്കും അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ 4th ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട 3 ബെഡ്റൂമുകളേക്കാൾ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഇതേ മോഡലിലാണ് ഓപ്പണിംഗ് വരുന്നത്. സേഫ്റ്റിക്കായിട്ട് തൊട്ടപ്പുറത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഡബിൾ സേഫ്റ്റി പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോ കിട്ടുന്നുണ്ട്. അത് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറത്ത് നമുക്ക് ഔട്ടർ പോർഷനിൽ നോക്കിയാൽ ഡബിൾ സേഫ്റ്റി ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കുഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഇരിക്കാനായിട്ട് ഈ ഒരു വിൻഡോ ബേ യൂസ് ചെയ്യാവുന്നതാണ്. മുകളിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ കിട്ടുന്നത്. സ്ലൈഡിംഗ് മെത്തേഡിൽ തന്നെ അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്യാവുന്ന ഒരു മിറർ കിട്ടുന്നുണ്ട്. അതിനടുത്ത് തന്നെ ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ടൈലുകളെല്ലാം സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. 4ാമത്തെ ബാത്റൂം നോക്കിയാലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ട് തന്നെയാണ് സെപ്പറേഷൻ വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഹോം തിയേറ്റർ ആണ്. മെയിൻ ഡോർ ആണ് ഹോം തിയേറ്റർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് വലിയൊരു ഹോം തിയേറ്റർ ഫെസിലിറ്റി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു 6 സീറ്റർ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത് സ്ക്രീനും പ്രൊജക്ടറും കൂടിയാണ്. അതിനുള്ള വർക്കുകൾ കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കംപ്ലീറ്റ് ആയിട്ട് എയർ കണ്ടീഷൻഡ് ആയിട്ട് സൗണ്ട് പ്രൂഫ് ആയിട്ട് തന്നെയാണ് ഈ ഒരു തിയേറ്ററും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വോം ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള തിയേറ്റർ ഫീൽ അതേപോലെ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹോം തിയേറ്റർ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഈ ഭാഗത്ത് നല്ലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല ഗ്രീനിഷ് വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ താഴെ ആ ഒരു ഡൈനിങ് ഹാളിന്റെ പോർഷനിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ട ഗ്ലാസ് ഇട്ട ഏരിയ ഇതാണ്. നമുക്ക് ഒരാൾക്ക് ഇതിലൂടെ നടക്കാവുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനിലാണ് റൂഫ് കവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടെറസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വാട്ടർ ടാങ്ക് വിസിബിൾ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലില് TRAയുടെ ആണ് വാട്ടർ ടാങ്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭംഗിയുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ്. 3.7 കിലോമീറ്റേഴ്സ് ആണ് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലക്ഷറിയസ് ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 14.6 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 4000 സ്ക്വയർ ഫീറ്റ് ആണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. എല്ലാ ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 6 ബാൽക്കണികൾ നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ കവേർഡ് ആയിട്ടുള്ള പോർഷൻ അണ്ടറിൽ 2 കാറുകളും ബാക്കി നമുക്ക് 4 കാറുകളും ടോട്ടൽ നോക്കുവാണെങ്കിൽ 6 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾ കണ്ടു, വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്ത് സൗകര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ ഇല്ലാത്തത് എന്ന് മാത്രമാണ് നമ്മൾ ഇനി ചോദിക്കേണ്ടത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 2.98 CR ആണ്. 2.98 CR ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. അത് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കറിയാം, ഹോം തിയേറ്റർ ഉൾപ്പെടെ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ട് 14.6 സെന്റ് ലാൻഡിൽ ഇങ്ങനെ ഒരു വീട് 2.98 CRന് എന്താണെങ്കിലും വർത്താണ്. വീട് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.